ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വെൽക്കം ബാക്ക് ടു മുംതാസ് ജഷി ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ടാണ് ഇൻട്രോ എടുക്കുന്നത് കേട്ടോ. നമ്മൾ ഇന്ന് വാഴാനി ഡാമിലേക്ക് നമ്മൾ ആക്സിഡൻ്റലി എത്തിയതാണ്. അപ്പോൾ ആ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ഇടുന്നത്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് വരാം കേട്ടോ. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മൾ പോയോണ്ടിരിക്കുകയാണ് കേട്ടോ. ഓൺ ദ വേ ടു വാഴാനി. കുറേ മുന്നേ പോയതാണ് നമ്മൾ, പിള്ളേരൊക്കെ ചെറുതാവുന്ന ടൈമിൽ പോയതാണ്. ഇന്നിപ്പോൾ ആക്സിഡൻ്റലി നമ്മൾ അങ്ങോട്ട് എത്തിപ്പെട്ടതാണ്. എന്താണെങ്കിലും നമുക്ക് അവിടെ പോയിട്ട് കാണാം. യെസ്, അതാ ബോർഡ് കണ്ടോ, വാഴാനി ഡാം. അതിൻ്റെ ഇന്ന് മിസ്സായിട്ടോ. ഇനി എന്തേലും ബോർഡ് ഉണ്ടോ നോക്കാം നമുക്ക്. നമ്മളെവിടെ പോണേ? നിങ്ങൾക്കിപ്പോ എന്താ തോന്നണേ? അതല്ലല്ലോ, നിങ്ങളിപ്പോ കുറച്ചു മുന്നേ എന്താ പറഞ്ഞല്ലോ എന്റെ അടുത്ത്? വെള്ളം കുടിക്കണം, ചായ കുടിക്കണം. അതെ, ട്രിപ്പല്ല മുഖ്യം. ആൾക്ക് എപ്പോഴും ചായ, ഫുഡ്, അതാണ് വേണ്ടത്. അല്ലാതെ ട്രിപ്പൊന്നല്ല ഗൈസ് മുഖ്യം. ഇവിടെ വാഴാനി ഡാമിന്റെ ബോർഡൊന്നും കാണുന്നില്ലല്ലോ, നമ്മള് വഴി തെറ്റിയോ? ഇതാണ് ഗൈസ് തേക്കിൻ കാട്. വാവ്, നല്ല വ്യൂ കണ്ടോ. അപ്പൊ നമ്മള് ഓൾമോസ്റ്റ് എത്തിട്ടാ, അതാണ് തോന്നുന്നത്. ഈ വ്യൂ കാണുമ്പോ നമ്മൾ ഓൾമോസ്റ്റ് അവിടെ എത്തി എന്നുള്ളതാണ് തോന്നുന്നത്. വാവ്, നല്ല ഭംഗിയുണ്ട് ഇതൊക്ക. അതൊക്കെ ആ ഗ്രീനിന്റെ ഇടയില് ഒരു വൈറ്റ് ചർച്ച്. പൊളി വൈബ്. മൈ ഗോഡ്, മേഘങ്ങളും. പണ്ട് ചെറിയ കുട്ടിയാവണ സമയത്തില്ലേ, ഞാന് ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ മാത്രല്ല, എല്ലാരും ചിന്തിച്ചിട്ടുണ്ടാവും. ഈ നമ്മള് നടക്കുമ്പോ കണ്ടോ ഈ മേഘം അങ്ങനെ കൂടെ നടക്കണ്ടത്? നിങ്ങള് ചിന്തിച്ചിട്ടുണ്ടോ അത്? ഞാന് ചെറിയ കുട്ടിയാവുമ്പോ മദ്രസയിലൊക്കെ പോയി വരുമ്പോ ഇങ്ങനെ മുകളില് നോക്കും. അപ്പൊ അതിങ്ങനെ മൂവ് ചെയ്യണ കാണുമ്പോ ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, മേഘം എന്റെ കൂടെ നടന്നു വരികയാണെന്ന്. അങ്ങനത്തെ പൊട്ടച്ചിന്തകളൊക്കെ നമുക്ക് പണ്ട് ഉണ്ടായിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ഒരുപാട് പേർക്ക് ഉണ്ടായിട്ടുണ്ടാവും. കണ്ടോ, ഇപ്പോഴും മേഘം നമ്മളെ കൂടെ വന്നുകൊണ്ടിരിക്കുകയാണ് വാഴാനി ഡാം കാണാൻ വേണ്ടിട്ട്. അങ്ങനെ ഫൈനലി നമ്മൾ എത്തി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഒരു 200 മീറ്ററും കൂടെ ഉള്ളൂ വാഴാനി ഡാമിൽ കിട്ടോ. അപ്പൊ ഓൾമോസ്റ്റ് നമ്മൾ എത്തിക്കണ്. യെസ്, നമ്മൾ എത്തിയില്ലേക്കാ. ഡാം എന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിക്കണല്ലോ. അതാ പോ, ഇനിയും പോ. അവിടെ ഉണ്ടാവും. അതാ വാഴാനി ഫോറസ്റ്റ് സ്റ്റേഷൻ. യെസ്, അങ്ങനെ നമ്മൾ എത്തി ഗൈസ്. വാഴാനി ഡാമിലേക്ക് നമ്മൾ എത്തി. കിട്ടും. ഇതായിരിക്കണ പൂച്ച, മങ്കിയല്ലല്ലോ അല്ലേ? ആ യെസ്, ദ എൻട്രൻസ്. വാഴാനി ഡാമിന്റെ എൻട്രൻസ് കണ്ടില്ലേ ഗൈസ്? ഇല്ലേ, അവിടെ അല്ലേ എന്തോ ഉണ്ട്. അതാ ക്യാൻറ്റീൻ. അങ്ങനെ ക്യാൻറ്റീൻ കിട്ടിയിരിക്കുകയാണ് ഗൈസ്, വെള്ളം കുടിക്കാൻ വേണ്ടിട്ട്. സമാധാനായില്ലേ? ടിക്കറ്റ് കൗണ്ടറാണ് ഗൈസ്. നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയോണ്ടിരിക്കുകയാണ്. ഞാൻ ഫസ്റ്റ് ഒരു പ്രാവശ്യം ഇങ്ങോട്ട് കയറിയതാണ് കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞു GPay ഇല്ലയെന്ന്. അപ്പോൾ ഞാൻ ഇക്കാൻ്റെ അടുത്ത് പൈസ മേടിച്ചിട്ട് ഇതാ
വരണം. അങ്ങനെ ടിക്കറ്റ് കിട്ടിട്ടോ, ടിക്കറ്റ് കിട്ടി ഗൈസ്. കണ്ടോ, എൻ്റെ ഭർത്താവ് അവിടെ വെള്ളം കുടിക്കാൻ മുട്ടിയിട്ട് നിൽക്കുകയാണ്. നടക്കൂ കുട്ടി, പോയി വെള്ളം വാങ്ങിച്ചിട്ട് വരൂ. വേണം വേണം, ചായ വേണം. ഇതാണ് അതിൻ്റെ എൻട്രൻസ് ഗൈസ്. ഉള്ളിലേക്ക് കയറിയിട്ടുള്ള എൻട്രൻസ് ആണ് കേട്ടോ. ഇതാ നമ്മൾ അവിടെ നിന്നാണ് വരിക. എന്നിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ക്യാൻറ്റീൻ, ടിക്കറ്റ് കൗണ്ടർ അതാത്, പിന്നെ നമ്മൾ ഇങ്ങനെ തിരിഞ്ഞിട്ട് ഇതാണ് എൻട്രൻസ്. ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോയി നോക്കാം. ഇതിലേ പോണ്ടത്? വാഷ്റൂം അവിടെ. ബട്ടർഫ്ലൈസോ? വാവ്. നിക്ക്, നീ അടുത്ത് പോവല്ലേ? വാവ്, ബട്ടർഫ്ലൈസ് കണ്ടോ ഗൈസ്? അത് ഫുള്ള് ബട്ടർഫ്ലൈസ് ആണ്, നോട്ട് ഫ്ലവേഴ്സ്. വാവ്, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇതെന്താ ഈ പ്ലാന്റിൽ മാത്രം വന്നിരിക്കുന്നവരെ? ഇതാണ് ഗൈസ് വാഷ്റൂം, വാഴാനി ഡാമിൻ്റെ അവിടെയുള്ള വാഷ്റൂം. വാവ്, മരത്തിൻ്റെ ഊഞ്ഞാല്, മരത്തിൽ കെട്ടിയ ഊഞ്ഞാല്. നൊസ്റ്റാൾജിയ അടിക്കുന്നുണ്ട്. എന്താ ഒരു പട്ടിക്കുട്ടി ഓടി വരുന്നുണ്ട് കേട്ടോ. ഹലോ ഹലോ. ഈ വ്യൂ, വാഴാനി ഡാമിൽ ആരൊക്കെയാണ് ഗൈസ് വന്നിട്ടുള്ളത്? വാഴാനി ഡാമിൽ വന്നിട്ടുള്ള നിങ്ങളെ മെമ്മറീസ് ഇപ്പം നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? ഒരുപാട് പലതരം ഓർമ്മകൾ എല്ലാവർക്കും ഉണ്ടാവും അല്ലേ? ഹലോ, ഹായ് ഹായ് ബേബി. അയ്യോ, അത് ഞങ്ങളെ ബോട്ടിലാണല്ലോ. നീ എങ്ങടെ എൻ്റെ അടുത്തേക്ക് വരുന്നേ? നോ. ഒരു ചെറിയ കുട്ടി ഇരുന്ന് ഊഞ്ഞാലാടുന്നുണ്ട് ഗൈസ്. ഈ മരത്തിൽ കെട്ടുന്ന ഊഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നൊസ്റ്റാൾജിക് ഫീലാണ് അല്ലേ? എല്ലാവർക്കും ഉണ്ടാവും അങ്ങനെ ഒരു പഴയ ഓർമ്മ. മോനെ എണീക്കും മോനെ. ഇനി ഞാൻ ഇതാ ഗൈസ്, ഒരു പോത്തിരുന്നിട്ട് ഊഞ്ഞാലയിലായിരുന്നു. ആട്ടിത്തരാന്ന് പറഞ്ഞാൽ കേക്കില്ല, പേടിയാണ്, സ്പീഡിലാടാ. ഞാൻ ആട്ടിത്തരട്ടെ? ഗൈസ്, അങ്ങനെ നമ്മൾ ഊഞ്ഞാലാട്ടൊക്കെ കഴിഞ്ഞിട്ട്, വാവ്, ഇക്കാതങ്ങള് നിക്കണേ, ഇക്കാതങ്ങള് നിക്കണേ. അതാ 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 നിക്കണ നിങ്ങള്. നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങടാ നടക്കണേ? എങ്ങടാ പോണേ? വെള്ളക്കെട്ട്. പോണ്ടോ? പോണ്ട്. ചിൽഡ്രൻസ് പാർക്ക്. ചിൽഡ്രൻസ് പാർക്കൊക്കെ ഉണ്ട്. പടച്ചോൻ, എൻ്റെ കുട്ടികൾ കണ്ടു കഴിഞ്ഞാൽ സീനാ പോലും. ഷിനു ഷാലും ഞങ്ങളിന്ന് വേറെ ആവശ്യത്തിന് വന്നതായിരുന്നു, നമ്മൾ ട്രിപ്പിന് വന്നതല്ല. ആ, ശരിക്കും വെള്ളക്കെട്ട് തന്നെയാണ് കേട്ടോ.
ഇതിലെങ്ങനെ നീന്താനാണ് മോനെ? ഇതിൽ നീന്തലൊന്നുമില്ല, അത് ചുമ്മാ ആണ്. മഴയാണോ? കൊടയില്ലല്ലോ. വാവ്, ബ്യൂട്ടിഫുൾ. പച്ചവെള്ളം നാശായി. വഴിക്ക് താഴെ വീഴുമോ മോനെ? അങ്ങനെ നമ്മൾ അവിടെ ഒരു പന്തൽ പോലൊരു സംഭവം ഉണ്ട് കേട്ടോ, വെയിറ്റിംഗ് ഷെഡ്. നമുക്ക് റെസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ അങ്ങനെ 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 നടന്ന് നമ്മൾ ഇങ്ങനെ പോകണം. ഇങ്ങനെ പോകുമ്പോൾ വാവ്, അങ്ങോട്ട് നോക്കൂ, ഫുൾ ഗ്രീൻ. അതാണ് നമ്മളെ ഡാമിൻ്റെ ടോപ്പ് കേട്ടോ. ഡാമിൻ്റെ ടോപ്പിലേക്ക് നമ്മൾ പോവും. എന്തൊക്കെയോ വോയിസ് ഉണ്ട് ഇവിടെ. എൻ്റെ വോയിസ് കേൾക്കുന്നുണ്ടോന്നാവോ? അവര് പ്ലാന്റ്സ് കട്ട് ചെയ്യുന്നതിൻ്റെ വോയിസ് ആണ് കേട്ടോ. വാഴാനി ഡാം എന്ന് എഴുതിക്കണ കണ്ടോ ഗൈസ്? ഈ പ്ലാന്റ് അല്ലേ? ഈ പുല്ലോ? പക്ഷെ ഇത് അത്ര രസമല്ല കേട്ടോ. ഇതാരൊക്കെ? ശിവൻ. ശിവന്റെ ഒരു പ്രതിമ ഉണ്ട് കേട്ടോ ഇവിടെ. പക്ഷെ അതിന്റെ കളറൊക്കെ പോയിക്കണ്. നല്ല നന്നായി ചെയ്തിട്ടുണ്ട്, പക്ഷെ കളറൊക്കെ പോയി. വാവ്, ഈ ബുഷ് പണ്ട് നല്ല എല്ലാ വീടുകളിലും ഉള്ളൊരു ബുഷാണത്. അധികവും എല്ലാ വീടുകളിലും എപ്പോഴും ഉണ്ടാവുന്ന ഒരു ബുഷായിരുന്നു. ഇപ്പോഴും ഉണ്ട്. എഗെയിൻ എൻ്റെ ഭർത്താവ് ഇരുന്ന് ഊഞ്ഞാലാടാൻ തുടങ്ങി ഗൈസ്. ഇതാണ് കിഡ്സ് പാർക്ക്. ഇത് കണ്ട ഷിനു ഷാലുവിനെ കൊല്ലും. ഇരുന്ന് ഊഞ്ഞാലാടുന്ന ഹസ്ബൻഡ്. ഇതാണ് കിഡ്സ് പാർക്ക് ഗൈസ്. ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് ഡാമിൻ്റെ ടോപ്പ് കാണാം. വാവ്, ഒരു രക്ഷയില്ല കേട്ടോ. നമുക്ക് ഇനി ടോപ്പിൽ പോയിട്ട് കാണാം കേട്ടോ. ഇരുന്ന് ഊഞ്ഞാലാടാണ് ഗൈസ്. എനിക്ക് വീഡിയോ എടുത്ത് തരാൻ ആരുമില്ല, പാവം ഞാൻ. ഇതാടുന്നില്ലല്ലോ. അയ്യേ, ഇവിടൊക്കെ മണ്ണാണ്. തൽക്കാലം നമുക്ക് ഇങ്ങനെ പതുക്കാണ്. വേറൊരു ബഹളം കേട്ടില്ലേ? എൻ്റെ ഹസ്ബൻഡ് ഫോണിലാണ് ഗൈസ്. നല്ല ഫ്രെയിം അല്ലേ? നല്ല സ്ഥലം. എന്നെ കാണാൻ നല്ല ഭംഗിയില്ലേ ഇന്ന്? ഇതിൻ്റെ പുതിയ ടീഷർട്ടാണ് ഞാൻ മീഷോന്ന് വാങ്ങിച്ചത്. ഇവിടെ നിന്ന് എന്തോ ഭയങ്കരമായ വെള്ളത്തിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് ഗൈസ്. യെസ്, നമ്മളത് നോക്കാൻ പോവാണ്. യോ, വെള്ളം കനാലോ മറ്റേ ഡാമിൽ നിന്ന് ഒലിച്ചു വരുന്ന വെള്ളമാണ് കേട്ടോ. അവിടെയാണ് ഡാമിന്റെ ടോപ്പ്. അടിപൊളി സ്ഥലങ്ങളാണ്, നല്ല വ്യൂ ആണ് ഗൈസ്. കാട്. അതെന്താ അവിടെ ഒരു അനക്കം? പടച്ചോനെ. അപ്പൊ ഇനി നമുക്ക് ഡാമിന്റെ ടോപ്പിലേക്ക് പോവാം ചേട്ടാ. നമ്മൾ ഡാമിന്റെ ടോപ്പിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. വാ.
കൊറേ സ്റ്റെപ്പ് ഉണ്ട്, ഒരു ആവശ്യമില്ല. അവിടെ കുറച്ച് സ്റ്റെപ്പുള്ള വഴി ഉണ്ടായിരുന്നു. എക്സസൈസ് ആവട്ടെ വിചാരിച്ചിട്ടാണ്. എക്സസൈസ് ആവട്ടെ വിചാരിച്ചിട്ടാണ്. അതെ, അതാ കേറി ഡാമിന്റെ ടോപ്പാണ്. വെറുതെ പറ്റിക്കാണ്. അങ്ങനെ നമ്മൾ കിതച്ച് അത്രയും സ്റ്റെപ്പ് കയറി നമ്മൾ എത്തിട്ടോ. ഇനി നമ്മൾ ഇവിടെ ഒരു തൂക്കുപാലുണ്ട് കണ്ടോ. ഇനി ആ തൂക്കുപാലത്തിൽ കയറിയിട്ട് നമ്മൾ ഡാമിൻ്റെ ടോപ്പിലേക്ക് പോകും. ചേട്ടാ മതിയായോ സ്റ്റെപ്പ് കയറിയിട്ട്? നല്ല പവർഫുൾ. ആ അതെ അതെ അതെ, മുസ്ലിം പവർ എക്സ്ട്രാ ആണോ? ട്രെൻഡായിട്ട് പോണല്ലേ. ഇവിടെ നല്ല വെയിലാണ് കേട്ടോ. ഇതാണ് തൂക്കുപാലം. അത്ര വലിയ പേടിക്കാനൊന്നുമില്ല കേട്ടോ. മലമ്പുഴത്തെ തൂക്കുപാലമൊക്കെ ഒന്നും കൂടെ ലെങ്ത് ഉണ്ട്. പിന്നെ അത് നല്ല ആട്ടം ഉണ്ടാവും. ഇതിപ്പോൾ നമ്മൾ രണ്ടുപേരും ആയതുകൊണ്ടായിരിക്കും. എന്തായാലും നല്ല ചൂടുണ്ട്, നമ്മൾ നന്നായിട്ട് വേർത്തിട്ടുണ്ട്. വേണ്ടോ, അതാണ് ഡാമിൻ്റെ. ഈ ഡാമിൻ്റെ ഷട്ടർ ഇതാക്കാം അല്ല അല്ലേ? ആ ഡാമിൻ്റെ ഷട്ടർ ഇതാണത്രേ. എന്താ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും താഴത്തെ വെള്ളമൊക്കെ ഉള്ളൊരു സ്ഥലമുണ്ട്. ഇതേനെയാണ് വെള്ളം ഒലിച്ച് വരിക. ഇപ്പോൾ ഇതാ നമ്മളിങ്ങനെ പോയി ബാക്കിൽ ഒരൊറ്റ മറിച്ചിൽ. ാണ് ഗൈസ്. കറങ്ങിത്തിരിഞ്ഞ് വീണ്ടും നമ്മൾ ഡാം ടോപ്പിലേക്ക് ഒരു എത്ര സ്റ്റെപ്സ് ഒന്നും കയറിയിട്ടുണ്ടാവും എന്നുള്ളതിന് ഒരു ഐഡിയ ഇല്ല കേട്ടോ. വീണ്ടും നമ്മൾ ഡാമിൻ്റെ ടോപ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ചേട്ടാ ക്ഷീണിച്ചോ? ആ നമ്മൾ അതിൻ്റെ അവിടെ നമ്മളൊരു ചേട്ടനെ കണ്ടു കേട്ടോ. ഒരു ഫോട്ടോഗ്രാഫർ ചേട്ടനെ കണ്ടു. ഫോട്ടോഗ്രാഫറൊന്നല്ല ആള് വെറുതെ ക്യാമറ എടുത്തിട്ട് ഇങ്ങനെ വന്നതാണ്. അപ്പോൾ ആളെ കൊണ്ട് നമ്മളൊരു ഫോട്ടോ ഒക്കെ എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. തൃശ്ശൂർ തന്നെ ഉള്ള ഒരാളായിരുന്നു. നമ്മൾ രണ്ടുപേരും ഒറ്റയ്ക്ക് വന്നതുകൊണ്ട് ഫോട്ടോ കിട്ടൂല എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ ഫോട്ടോ കിട്ടി. ഇതാണ് ഗൈസ് വാഴാനി ഡാം. നമ്മൾ കേരളത്തിൽ തന്നെയാണ് ജീവിക്കുന്നത് എന്നുള്ളതിന് അഭിമാനം തോന്നുന്ന നിമിഷങ്ങളാണ് അതൊക്കെ. എന്ത് രസമല്ലേ കാണാൻ. എന്താ പറയുക, വാൾപേപ്പേഴ്സിലൊക്കെ കാണുന്ന പിക്ചേഴ്സ് ഉണ്ടാവില്ലേ, അത് തോറ്റു പോകുന്ന വിഷ്വൽസ്. അടിപൊളി. വാവ്, കണ്ടോ? ഔ ഇക്ക നോക്ക്, നീ എന്നാ അവിടെ പോയി നിന്നേ. എടാ മോനെ, ഒരു രക്ഷയില്ല കേട്ടോ. എന്താ വിഷ്വൽസ് ഇത് നോക്ക്. എന്താ നമ്മളെ ബാക്കിലെ വ്യൂ എന്ന്. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് ഗൈസ്. ഇവിടെ നീക്ക് ഇതാ കണ്ടോ, ഇതാ മേഘം കുനി ഗൈസ്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് കറങ്ങലൊക്കെ കഴിഞ്ഞ് കുറേ റീലൊക്കെ എടുത്ത് ഫോട്ടോ ഒക്കെ എടുത്ത് ഇക്കാനെ വെറുപ്പിച്ച്. ഇതാ കണ്ടോ, ഇതിൻ്റെ ആ താഴത്തേക്കുള്ള വ്യൂ നല്ല ഭംഗിയുണ്ട്. മലമ്പുഴ പോലെ തന്നെ ഉണ്ട് ഇവിടുന്ന് നോക്കുമ്പോൾ കാണാൻ. നല്ല രസമുണ്ടായിരുന്നു അല്ലേക്ക? നിങ്ങൾ എൻജോയ് ചെയ്തില്ലേ? അതെ, ഫോട്ടോ എടുത്ത് വെറുപ്പിച്ചു എന്നൊക്കെ. പിന്നെ നമ്മൾ വഴിയിൽ കണ്ട ആളുകളെ കൊണ്ടൊക്കെ ഫോട്ടോ എടുപ്പിക്കലായിരുന്നു കേട്ടോ. എന്തായാലും നല്ല രസമുള്ള ദിവസമായിരുന്നു. നല്ല ട്രിപ്പായിരുന്നു. അപ്പോൾ നമ്മൾ ഹാപ്പിയാണ്, നിങ്ങളും ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.